ഹരേ കൃഷ്ണ ഹരേ രാം. എൻ്റെ പേര് മാധവൻ. ഞാൻ കേരളത്തിലെ വയനാട് ജില്ലയിൽ നിന്ന് വരുന്നതാണ്. വളരെ അപൂർവമായി നമ്മൾക്ക് ലഭിക്കുന്ന ഒരു പുണ്യയാത്രയാണ് ഈ ചാർധാം യാത്ര. ഇതിന് അവസരമൊരുക്കിയ ഇസ്കോൺ തിരുവനന്തപുരം എന്ന സംഘടനയോട് എൻ്റെ അകമൊഴിഞ്ഞ നന്ദി ഞാൻ ആദ്യമേ പ്രദർശിപ്പിക്കുകയാണ്. കാരണം ഒരാൾക്കും ഒരിക്കലും ലഭിക്കാത്ത ഒരു അപൂർവ ഒരു യാത്രയാണ് ഇസ്കോൺ എനിക്ക് സമ്മാനിച്ചിട്ടുള്ളത്. എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കുവാൻ കഴിയാത്ത, എന്നെന്നും നമ്മളെ ഹൃദയത്തിൽ ഓർത്തു വെക്കുവാൻ കഴിയുന്ന തരത്തിലുള്ള ഈ ചാർധാം യാത്ര ഒരു അവിസ്മരണീയമായ ഒരു പുണ്യയാത്രയായിട്ട് ഞാൻ എന്നും എൻ്റെ ഓർമ്മയിൽ സൂക്ഷിക്കും. വളരെ എൻ്റെ നാട്ടിൽ നിന്നും ഞാൻ അവിചാരിതമായിട്ടാണ് ഈ ഇത്തരത്തിലൊരു യാത്രയെ പറ്റി ഫേസ്ബുക്കിൽ ഞാൻ അറിയുകയും ഒരു വർഷത്തിന് മുൻപ് എനിക്ക് ഇതിൽ പോകാൻ ക്ഷണം കിട്ടിയെങ്കിലും അന്ന് സാഹചര്യം കൊണ്ട് എനിക്ക് കഴിഞ്ഞില്ല. എന്നാലും ദൈവാനുഗ്രഹം എന്ന് മാത്രമേ എനിക്ക് പറയാൻ കഴിയൂ. കാരണം നമ്മൾ കണ്ടും കേട്ടറിഞ്ഞിട്ടുള്ള നമ്മളെ ഈ നമ്മുടെ മഹാഭാരതത്തിലെ പുണ്യസ്ഥലങ്ങളെക്കുറിച്ച് നമുക്ക് അറിഞ്ഞിരുത്തതിനെക്കാട്ടും അടുത്തറിഞ്ഞ് അത് കൃത്യമായിട്ട് അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറഞ്ഞു തരുവാൻ ആചാര്യൻ എല്ലാ തരത്തിലും ഒരു വ്യത്യസ്തതയില്ലാതെ വളരെ അപൂർവമായ നല്ല രീതിയിൽ നമുക്ക് അനുഭവമാക്കി തന്ന ആചാര്യന് ആദ്യം നന്ദി പറയുന്നു. വളരെ ഭയാനകമായ ഈ ഉത്തരാഖണ്ഡിലെ ഈ സ്ഥലത്തോടുള്ള യാത്ര നമുക്ക് ഒരിക്കലും മറക്കാൻ കഴിയാറില്ല. അത്രയ്ക്ക് ഭീതിജനകമായ വഴികളിലൂടെയാണ് ഈ ചാർധാം യാത്ര പൂർത്തിയാക്കുവാൻ ഞങ്ങൾ കഴിഞ്ഞിട്ടുള്ളത്. അതിന് ജഗദീശ്വരനോട് ഞാൻ നന്ദി പറയുന്നു. ഒരു ഭാരതീയനായി ജനിച്ച ഒരാൾ ഒരിക്കലെങ്കിലും നമ്മൾ കണ്ടിരിക്കേണ്ടതാണ് ഈ പുണ്യസ്ഥലങ്ങൾ. വളരെ അവിസ്മരണീയമാണ്. എനിക്കതിൽ ഏറ്റവും കൂടുതൽ എന്നെ ആകർഷിച്ചത് കേദാർനാഥ് യാത്ര. കേദാർനാഥ് എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞറിയിക്കുന്നില്ല, അത് അനുഭവിച്ച് തന്നെ അറിയണം. അത്രത്തോളം ഒരു അനുഭവമാണ് നമുക്ക് സമ്മാനിച്ചത്. കൂടാതെ ഈ യാത്രയിൽ നമ്മൾ എല്ലാ തരത്തിലും നമ്മുടെ ഒരു കുടുംബത്തിലെ അംഗങ്ങളെ പോലെ ചേർത്ത് നിർത്തി പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് നല്ല രീതിയിലുള്ള ഭക്ഷണങ്ങൾ, കാരണം ഒരിക്കലും നമ്മൾ ഉത്തരേന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഭക്ഷണം എന്നും ഒരു പ്രശ്നമാണ്. പക്ഷെ അതിൽ നിന്നൊക്കെ വിഭിന്നമായി നല്ല രീതിയിലൊരു ഭക്ഷണം തരുവാൻ, കേരളീയ ഭക്ഷണം, അത് 3 നേരവും ഇടയ്ക്ക് ചായയൊക്കെ ആയിട്ട് നല്ല രീതിയിൽ നമുക്കൊരു ബുദ്ധിമുട്ടില്ലാത്ത രൂപത്തിൽ നമ്മളെ ഈ യാത്രയ്ക്ക് പ്രാപ്തരാക്കുവാൻ ഇതിനു വേണ്ടി സഹായിച്ചിട്ടില്ല സ്കോണിൻ്റെ ആചാര്യൻ മറ്റ് പ്രഭു സ്വാമി, പിന്നെ അതിൻ്റെ മറ്റ് സംഘാടകരായിട്ടുള്ള അവർക്കും പിന്നെ ഇതിൻ്റെ മറ്റ് സംഘാടകർക്കെല്ലാം പിന്നെ ഈ യാത്രയിൽ പങ്കെടുത്തിട്ടുള്ള എൻ്റെ കുടുംബാംഗങ്ങളെ പോലുള്ള എല്ലാവർക്കും എല്ലാവിധ നന്ദിയും കടപ്പാടും പറയുന്നു. നമസ്കാരം. ഞാൻ ശോഭ, അടൂരിൽ നിന്ന്. ഞാൻ കുടപ്പനക്കുന്ന് ഇസ്കോണിൻ്റെ നേതൃത്വത്തിൽ പുണ്യയാത്ര എന്നുള്ള ഇതിൻ്റെ നേതൃത്വത്തിൽ ഞാൻ ചാർധാം യാത്രയ്ക്ക് പുറപ്പെടാൻ അതെൻ്റെ ഒരു സ്വപ്നമായിരുന്നു. അത് സാക്ഷാത്കരിച്ചതായിട്ട് എനിക്കിപ്പോൾ അനുഭവപ്പെടുന്നു. കാരണം ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഇങ്ങനെ ഒരു കാര്യം എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുമെന്ന്. പിന്നെ നമ്മൾ വിചാരിച്ച എല്ലാ അമ്പലങ്ങളിലും എനിക്ക് പോകാൻ സാധിച്ചു വിജയകരമായിട്ട്. പിന്നെ ആചാര്യൻ്റെ നേതൃത്വത്തിന് എല്ലാ കാര്യങ്ങളെപ്പറ്റിയുള്ള അതിൻ്റെ ബാക്ക് ഹിസ്റ്ററി നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അതൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. അതെന്നെ പല കാര്യങ്ങളും എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് അറിയുന്ന അനുഭവങ്ങളായിരുന്നു. പിന്നെ ഏതൊരു യാത്രയിലും നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കരുതുന്നത് നമ്മളുടെ അക്കോമഡേഷൻ ആൻഡ് ഫുഡ്. അത് വളരെ പ്രധാനമായിരുന്നു. അത് ഏറ്റവും നല്ല കിട്ടാവുന്നതിൽ ഏറ്റവും മെച്ചപ്പെട്ട രീതിയിലുള്ള അക്കോമഡേഷനും ആഹാരവും അത് നമ്മൾ വളരെ ഫ്രഷായിട്ട് നമ്മളുടേതായ രീതിയിൽ നമുക്ക് ആഹാരം ഉണ്ടാക്കി തരുന്നതിനെല്ലാം അവർ വളരെ ശ്രദ്ധിച്ചിരുന്നു ആ കാര്യങ്ങളിൽ. പിന്നെ ഈ യാത്രയിൽ നമുക്ക് പല സ്ഥലത്തു നിന്നുള്ള ആൾക്കാരുമായിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായി. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. ഞാൻ ആചാര്യനോടും ശ്രീനിവാസ പ്രഭുവിനോടും എന്ത് നന്ദി അറിയിക്കുന്നു. എൻ്റെ പേര് ലത, ഹസ്ബൻഡിൻ്റെ പേര് വിജയഗോപാൽ, ഇതിൽ റിട്ടയർ ചെയ്താണ്. പിന്നെ ഇവിടെ ചാർധാം യാത്ര എന്ന് പറഞ്ഞാൽ എൻ്റെ വളരെ 20 കൊല്ലം മുമ്പിലത്തെ ഒരു ആഗ്രഹമായിരുന്നു. ഞാൻ ഇങ്ങനെ പല ദിക്കിലും അന്വേഷിച്ച്
പല ഗ്രൂപ്പുകൾ പോകുന്നതുണ്ട്. അപ്പം ഈ പെട്ടെന്ന് ഈ ഒരു പാർവതിയുടെ വെളിവന്നത്തിലൂടെ ഞങ്ങൾക്ക് ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം പോലെ ആയി. കൃത്യസമയത്ത് ചേച്ചി ഞാനും കൂടി ചാർധാം യാത്രയ്ക്ക് വരാൻ പറ്റിയത് വളരെ നല്ല ഓർഗനൈസേഷനും എല്ലാം നന്നായിട്ട്. ഭക്ഷണം പറയാതിരിക്കാൻ പറ്റില്ല, വളരെ ഇഷ്ടപ്പെട്ടു. പിന്നെ എല്ലാവർക്കും എനിക്ക് നല്ലപോലെ തൊഴാനും ദർശനം കിട്ടാനും ഒക്കെ പറ്റി. എനിക്ക് വേറെ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. എല്ലാം ഭംഗിയായിട്ട് ഞങ്ങൾ കഴിഞ്ഞു. ഇനി അടുത്തതും ഇനി ഇതുപോലെ നടക്കട്ടെ എന്ന് വിചാരിക്കുക. എൻ്റെ പേര് മാധവിക്കുട്ടി. തിരുവനന്തപുരം കൊടപ്പനക്കുന്ന് ഇസ്കോണിൻ്റെ നേതൃത്വത്തിൽ ഉണ്ടായ ഈ ചാർധാം യാത്ര വളരെ വിജയകരമായിട്ട് പൂർത്തീകരിക്കാൻ സാധിച്ചു എന്നതിൽ എനിക്ക് വളരെയധികം കൃതാർത്ഥതയുണ്ട്. ആചാര്യൻ്റെ നേതൃത്വത്തിൽ ഭക്തി നിർഭരമായ പല കഥകളും വളരെ സരസമായി അവതരിപ്പിക്കാനും അത് കേട്ടിരിക്കാനും നമുക്ക് വളരെയധികം സന്തോഷവും തോന്നിയിരുന്നു. കൂടാതെ കോർഡിനേറ്റർ ആയ ശ്രീനി പ്രഭു, പിന്നെ അദ്ദേഹത്തിൻ്റെ വൈഫ് എല്ലാവരും വളരെ സഹവർത്തിത്വത്തോടു കൂടി പെരുമാറിയിട്ടുണ്ട്. എല്ലാവർക്കും വളരെ ആശ്വാസകരമായിട്ടുള്ള പെരുമാറ്റമാണ് അവരിൽ നിന്ന് ലഭിച്ചിരുന്നത്. എനിക്ക് പ്രത്യേകിച്ച് എനിക്ക് കുറച്ച് ജലദോഷം, കുറച്ച് പ്രയാസങ്ങളൊക്കെ ഉണ്ടായപ്പോൾ വളരെ മാതൃകാപരമായിട്ടുള്ള ഒരു പെരുമാറ്റമാണ് അവരിൽ നിന്ന് ലഭിച്ചിട്ടുള്ളത്. പിന്നെ വിവിധ ദേശങ്ങളിൽ നിന്നും വന്നിട്ടുള്ള കുറേ പേരെ ഒന്നിച്ച് കാണുവാനോ അവരുമായിട്ട് വളരെ നല്ല രീതിയിൽ പെരുമാറാനും നമുക്ക് സാധിച്ചു. എല്ലാം ഈ സംരംഭകരുടെ, ഈ കോർഡിനേറ്റേഴ്സിൻ്റെയും ആചാര്യൻ്റെയും അകമഴിഞ്ഞ ഒരു സ്നേഹം ഞങ്ങൾക്ക് കിട്ടി എന്നുള്ളത് കൂടി ഇത്തരുണത്തിൽ പറയാൻ ഞാൻ വളരെയധികം ആഗ്രഹിക്കുകയാണ്. പോയ സ്ഥലങ്ങളിലെല്ലാം താമസവും ഭക്ഷണവും പ്രത്യേകിച്ചും വളരെ നല്ലതായിരുന്നത് കൊണ്ട് വളരെ നന്നായിട്ട് ഈ യാത്ര പൂർത്തീകരിക്കാനും നമുക്ക് സാധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് താമസം എല്ലാ സ്ഥലത്തും നല്ല രീതിയിൽ താമസിക്കാനും ഒക്കെ സാധിച്ചിട്ടുണ്ട്. ഇനിയും യാത്ര കുറച്ചുകൂടി നമ്മൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതും ഇതുപോലെ വിജയകരമായിട്ട് പൂർത്തീകരിക്കാൻ സാധിക്കും. ഋഷികേശ് മുതലായ സ്ഥലങ്ങളിലേക്കുള്ള യാത്രയാണ് എല്ലാം വളരെ വിജയകരമായിട്ട് പൂർത്തീകരിക്കാൻ സാധിക്കും എന്ന് അടിയുറച്ച വിശ്വാസമുണ്ട്. ഞാൻ പ്രതീക്ഷിക്കാണ്ട് എനിക്ക് പെട്ടെന്ന് പാർവതി കൊടപ്പനക്കുന്ന് ഇസ്കോണിന്ന് പാർവതിയുടെ വിളി വരുന്നത്. അപ്പോഴാണ് എനിക്ക് ഇന്നൊരു ഭയങ്കര ഒരു സന്തോഷത്തോടു കൂടി ഞങ്ങൾ പുറപ്പെട്ട് മനസ്സിൻ്റെ ഉള്ളൊരു ധൈര്യക്കുറവുണ്ടായിരുന്നു. ഇത്രയും പ്രായമായാലും ആഹാരം പറ്റുമോ, യാത്ര പറ്റുമോ എന്നൊക്കെ. പക്ഷെ ഒന്നിനും ഞങ്ങളുടെ കൂടെ വന്ന ആചാര്യൻ്റെ കൂടെ വന്ന ശ്രീനി പ്രഭുവും വിഷ്ണുപ്രിയൻ എല്ലാം എൻ്റെ സഹായത്തോടു കൂടി ഞങ്ങൾക്ക് ഭയങ്കര കംഫർട്ടബിളായിരുന്നു ഞങ്ങളുടെ ജേർണി. രാവിലെ ആത്മീയമായ ഒരു പ്രാർത്ഥനയോടുകൂടി ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് ഞങ്ങളെ ദൈവം ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. 4 ചാർധാമുകളിൽ ഞങ്ങൾക്ക് നല്ല സൗകര്യമായി ദർശനം കിട്ടി. തൊഴാനും ഗംഗോത്രി യമുനോത്രിയിലൊക്കെ കുളിച്ച് സ്നാനം ചെയ്ത് തൊഴാനും ഒക്കെ നല്ല സൗകര്യമായിരുന്നു. പിന്നെ പ്രത്യേകിച്ച് വസുന്ധര തീർത്ഥം എന്നല്ലേ പറയാം, വസുധാര തീർത്ഥം അല്ല, വസുധാരയിൽ കുറച്ച് കയറി ബുദ്ധിമുട്ടിയായാലും കുറച്ച് കയറി വസുധാരയിൽ പോയി ദർശനം നടത്താനും ഒക്കെ വളരെ ഞങ്ങളെ ദൈവം ഞങ്ങളുടെ കൂടെ ക്ലൈമറ്റും വളരെ സൗകര്യപ്രദമാക്കി തന്നു. അത് ഞങ്ങളുടെ എല്ലാവരുടെയും കൂടി ഒരു പ്രാർത്ഥനയുടെ ഫലമായിരിക്കണം ഞാൻ വിശ്വസിക്കുന്നു. എല്ലാം കൊണ്ടും പുണ്യ യാത്ര തന്നെയായിരുന്നു. ഹരേ കൃഷ്ണ. എൻ്റെ പേര് ശ്രീജ. ഞാൻ എറണാകുളത്ത് നിന്ന് വരുന്നു. ഞാൻ തിരുവനന്തപുരം ഇസ്കോൺ കുടപ്പനക്കുന്നിൽ നിന്നാണ് ആചാര്യനോടൊപ്പം യാത്ര തിരിച്ചത്. ഞങ്ങൾ കേട്ടിട്ടും കണ്ടിട്ടും ഇല്ലാത്ത ഒരുപാട് സ്ഥലങ്ങൾ, അതായത് ഗംഗോത്രി, യമുനോത്രി, കേദാരനാഥ്, ബദ്രീനാഥ്, അങ്ങനെ ഒരുപാട് പുണ്യസ്ഥലങ്ങൾ ഇവരുടെ നേതൃത്വത്തിൽ ഞങ്ങളെ കൊണ്ടുപോയി കാണിച്ചു. ഇത് ഒരു അനുഭവം തന്നെയാണ്. എന്നെ സംബന്ധിച്ച് ഞാൻ എൻ്റെ ഫാമിലിയെ വിട്ടിരിക്കുന്ന ആദ്യത്തെ സംഭവമാണ്. എൻ്റെ ഹസ്ബൻഡ് മോളൊന്നും ഇല്ലാത്ത ആദ്യത്തെ ഒരു അനുഭവമാണ്. എനിക്കത് ഒരുപാട് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു നിർവചനീയമായ ഒരു സംഭവമാണിത്. ഞങ്ങളുടെ കുടുംബങ്ങൾ ആരും അല്ലെങ്കിൽ തന്നെയും
എനിക്ക് വേണ്ടി കുറേ ചേച്ചിമാരും ചേട്ടന്മാരും, ആചാര്യൻ, പിന്നെ ആചാര്യൻ്റെ അവിടെയുള്ള പ്രഭു, അങ്ങനെ ഒരുപാട് പേര്. പിന്നെ ഫുഡ് എന്ന് പറയുന്നത് ഒരുപാട് ഞങ്ങൾക്ക് വീട്ടിൽ നിന്നും കിട്ടുന്നതിനേക്കാൾ നല്ല തരത്തിലുള്ള ആഹാരമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ അക്കോമഡേഷൻ ആണെങ്കിലും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത നല്ല സന്തോഷകരമായി ജീവിക്കാൻ പറ്റിയ ഹോട്ടൽസിലായിരുന്നു ഞങ്ങൾക്ക് റൂം അറേഞ്ച് ചെയ്തിരുന്നത്. പിന്നെ ഈ ലാൻഡ് സ്ലൈഡിങ് കൂടി ഞങ്ങൾ പോകുക എന്ന് പറയുന്നത് തന്നെ വളരെ ഒരു ഭയാനകമായ കാര്യമായിരുന്നു. എങ്കിൽ കൂടി ദൈവാനുഗ്രഹത്താലും ആചാര്യൻ്റെയും എല്ലാവരുടെയും അനുഗ്രഹത്താലും ഞങ്ങൾക്ക് എല്ലാം നല്ല രീതിയിൽ കംപ്ലീറ്റ് ആക്കാൻ സാധിച്ചു. ഇതിനെല്ലാം ഈശ്വരാനുഗ്രഹവും ഗുരു കാരണവന്മാരുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരിക്കലും ഞാൻ ഇങ്ങനെ ഒരു പുണ്യയാത്ര പ്രതീക്ഷിച്ചതല്ല. എങ്കിൽ കൂടി ദൈവാനുഗ്രഹത്തോടുകൂടി എന്നെ കൊണ്ടുവന്നതിൽ ഒരുപാട് സന്തോഷം. പിന്നെന്താ, ഏറ്റവും ഇമ്പോർട്ടൻസ് ആയിട്ട് പറയാനുള്ളത് വസുധാര എന്ന പുണ്യതീർത്ഥം കാണാൻ സാധിച്ചതാണ്. അത് ഒരിക്കലും നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സംഭവമാണ്. അത് കണ്ടതിൽ ആചാര്യനോട് ഒരുപാട് നന്ദി അറിയിക്കുന്നു. ഹരേ കൃഷ്ണ. പ്രകാശൻ, ഞാൻ കോഴിക്കോട് നിന്ന് വരുന്നു. വളരെക്കാലമായുള്ള ആഗ്രഹമായിരുന്നു ഭഗവാന്റെ മടിത്തട്ടിലൂടെയുള്ള ഒരു യാത്ര. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മറ്റൊരു അറിയിപ്പ് വന്നത്. പുണ്യയാത്രാ സംഘം ഹിമാലയത്തിൽ കാഴ്ചക്കാരെ കാണാൻ വേണ്ടിയിട്ട് കാണാൻ വേണ്ടി ഭക്തജനങ്ങളെയും എല്ലാത്തവരെയും ടൂറിസ്റ്റുകളെയും എല്ലാം കൊണ്ടുപോകുന്നുള്ള അറിയിപ്പ് വന്നു. അതനുസരിച്ച് ഞാനും ഒന്ന് രജിസ്റ്റർ ചെയ്തു. പറഞ്ഞ ദിവസം കൃത്യമായ സമയത്ത് തന്നെ ഒന്നുകൂടി യാത്ര പുറപ്പെട്ടു. നമ്മൾ പ്രതീക്ഷിച്ചധികമായിട്ടുള്ള ഒരു അനുഭൂതിയാണ് അതിൽ നിന്ന് കിട്ടിയത്. ഭാരതത്തിൻ്റെ ചരിത്ര സംഭവങ്ങൾ മുഴുവൻ നടന്ന കാര്യമാണ്. ചരിത്ര വസ്തുതകളാണ്, ഇതിഹാസങ്ങൾ, കെട്ടുകഥകളല്ല എന്ന് നമ്മളത് കണ്ടാൽ ബോധ്യപ്പെടും. നമ്മുടെ സാരഥി പുണ്യയാത്രാ സംഘത്തിലൂടെ നമ്മുടെ സ്വാമിജി മനോഹർ ഗൗരവദാസ് അദ്ദേഹത്തിൻ്റെ ആ ലൈവായിട്ടുള്ള വിവരണങ്ങൾ അത് വളരെ ഗംഭീരമായിരുന്നത്. നമ്മൾ ചരിത്രകാലത്തിൽ നമ്മൾ സ്ഥിതി ചെയ്യുന്ന, നമ്മൾ നിലനിൽക്കുന്ന ആ അവസ്ഥയിൽ നമ്മളെ എത്തിക്കും ആ സംഭവങ്ങൾ. കാവ്യം സുഗേയം കഥ രാഘവീയം എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ സഞ്ചാരം ഹിമാലയത്തിലൂടെ നമ്മളെ നയിക്കുന്നത് സ്വാമിജി മനോഹർ ഗൗരവദാസ്. അതെല്ലാം കൂടെ വരുമ്പോൾ നമ്മൾ ആനന്ദ അനുഭൂതിക്ക് എന്ത് വേണം എന്ന് പറഞ്ഞതുപോലെ നമ്മളെ എല്ലാ കാര്യങ്ങളും നമ്മൾ ആ ചരിത്രത്തിൽ നിന്നുകൊണ്ട്, ഇതിഹാസത്തിൽ നിന്നുകൊണ്ട് നമ്മളെല്ലാം അനുഭവിച്ച് നടത്തും. ഹരിദ്വാർ മുതൽ വസുധാര വരെയുള്ള യാത്രയിലുള്ള പ്രധാനപ്പെട്ട ഭക്തി കേന്ദ്രങ്ങൾ, ചരിത്ര സംഭവങ്ങളെല്ലാം നമ്മൾക്ക് ഇന്നലകൾ നമ്മുടെ മുന്നിലൂടെ മറഞ്ഞു പോകുന്ന മാതിരി നമ്മൾ അതിൽ ഉൾപ്പെട്ട ഒരു അംഗത്തെ പോലെ തോന്നി. കൂടാതെ ഈ യാത്രാ സംഘത്തിൻ്റെ കൂടെ ചേരുമ്പോൾ ഒറ്റ ദിവസം കൊണ്ട്, വെറും ഒരേ ഒരു ദിവസം കൊണ്ട് ഇതൊരു കുടുംബാംഗങ്ങളെ ഒരു കുടുംബമായി മാറ്റാനുള്ള ഒരു കഴിവ് ഈ സംഘത്തിനുണ്ട്. നമ്മുടെ ഒരു ഹോംലി ട്രീറ്റ്മെൻറ്റ്, വീട്ടിൽ നിന്ന് വിട്ടു നിൽക്കുന്ന ഒരു അവസ്ഥയെ തോന്നുന്നില്ല. അങ്ങനെ ഒരു ട്രീറ്റ്മെൻറ്റ് നമുക്ക് തോന്നിയത്. അതുകൊണ്ട് ഏറ്റവും തിരഞ്ഞെടുക്കാൻ പറ്റിയ ഒരു യാത്രാ സംഘമാണ് പുണ്യയാത്ര. ഈ അവസരം ആരും നഷ്ടപ്പെടുത്തരുത് എന്നാണ് എൻ്റെ ഒരു എളിയ ഒരു അഭിപ്രായം. ഞാൻ ഉഷ, പരപ്പനങ്ങാടി കോടതിയിൽ വക്കീലായിട്ട് പ്രാക്ടീസ് ചെയ്യണം. കഴിഞ്ഞ 6-7 കൊല്ലം മുമ്പാണ് എനിക്ക് ഈ യാത്രയെ പറ്റിയിട്ട് മനസ്സിലാക്കാൻ സാധിച്ചത്. പക്ഷെ പലതവണ ചിന്തിക്കുമ്പോഴും അതിനെപ്പറ്റി കേൾക്കുമ്പോഴും അത്രയും അപകടകരമായ ഒരു യാത്രയാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. പക്ഷെ പിന്നീട് എന്തോ ഭഗവാൻ തോന്നിച്ചതുപോലെ ഈ കുണപ്പനക്കുതലെ ഇസ്കോൺ ഗ്രൂപ്പുമായിട്ട് ഞാൻ ബന്ധപ്പെട്ടു. അവിടെ അവരുമായിട്ട് സംസാരിച്ച് പിന്നീട് അവരൊരു ദിവസം അവിടെ വരണമെന്ന് പറഞ്ഞു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ സുരക്ഷിതത്വത്തിനാണ് നമ്മൾ എല്ലാ കാര്യങ്ങൾക്കും എത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടെന്നും അവിടെ പൂജകളും ഹോമങ്ങളും ഒക്കെ നമുക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥനകളൊക്കെ നടക്കുന്നുണ്ടെന്നും എല്ലാം ഞാൻ മനസ്സിലാക്കിയത്. ഇത് വളരെ ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് ഞാൻ ഈ യാത്രയ്ക്ക് പുറപ്പെട്ടത്. ഗംഗോത്രി, യമുനോത്രി, കേദാർനാഥ്, ബദ്രീനാഥ് എന്നുള്ള തുടങ്ങിയിട്ടുള്ള പല ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്ന യാത്രകൾ നമുക്കറിയാം. സാധാരണ രീതിയിൽ ലാൻഡ് സ്ലൈഡിങ്ങും കാര്യങ്ങളും എല്ലാം നടക്കുന്ന യാത്രകളിൽ നിന്നെല്ലാം വളരെ ഭംഗിയായി യാതൊരു ബുദ്ധിമുട്ടുകളും കൂടാതെ എല്ലാം 4 ഡാം യാത്രകളും പിന്നീട് നമ്മുടെ മനസ്സിനെ ത്രസിപ്പിക്കുന്നു. മനസ്സിനെ ആത്മീയതയും ഒക്കെ വളർത്തുന്ന വസുധാര കാണാൻ സാധിച്ച എൻ്റെ ജീവിതത്തിൽ ഒരു ജന്മസാഫല്യമായിട്ട് തന്നെ ഞാൻ കാണുകയാണ്. പിന്നെ സ്വാമിജി ഞങ്ങൾ നയിക്കാനുണ്ടായിരുന്നു. സ്വാമിജിയുടെ ആത്മീയ പ്രഭാഷണങ്ങളും അതുപോലെ തന്നെ ഓരോ സമയത്തും ഉള്ള ഗൈഡൻസും ഞങ്ങൾക്ക് തന്നിട്ടുള്ള ആത്മവിശ്വാസം ചില്ലറയൊന്നുമായിരുന്നില്ല.
വളരെ സന്തോഷത്തോടും സമാധാനത്തോടും കൂടി ഞങ്ങൾ ഈ യാത്രയുടെ അവസാന ഘട്ടത്തിലേക്ക് ഇപ്പോൾ പ്രവേശിക്കുകയാണ്. ഇനി ഋഷികേശും കൂടി കാണാൻ ഉള്ള യാത്രയിലാണ് ഇപ്പോൾ ഞങ്ങളുള്ളത്. വളരെ സന്തോഷം. എന്നെ എത്രത്തോളം നന്ദി പറഞ്ഞാലും ഇസ്കോൺ ഗ്രൂപ്പിനോട് നന്ദി പറഞ്ഞാലും തീരില്ല. പ്രത്യേകിച്ച് സ്വാമിയോടും സ്വാമിയെ അസിസ്റ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരോടും എല്ലാവരോടും വളരെ സന്തോഷത്തോടും സമാധാനത്തോടും നന്ദി ഞങ്ങൾ രേഖപ്പെടുത്തുകയാണ്. നല്ല സന്തോഷം. ഞാൻ റാണി തിരുവനന്തപുരത്തു നിന്ന് വരുന്നു. ഇസ്കോൺ കുടപ്പനക്കുന്ന് തിരുവനന്തപുരത്തിൻ്റെ ഈ ചാത്താം യാത്രയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞത് വളരെ സന്തോഷമുണ്ട്. ഒരിക്കലും മനസ്സിൽ പോലും പ്രതീക്ഷിച്ചിട്ട് പോകാൻ പറ്റുമെന്ന് ചേച്ചി വിളിച്ച് പറഞ്ഞാണ് ഇതെല്ലാം പെട്ടെന്ന് സാധിക്കുകയായിരുന്നു. പിന്നെ കൂടെ ഉണ്ടായിരുന്ന ആചാര്യൻ്റെ ഇടയ്ക്കിടയ്ക്കുള്ള ക്ലാസ്സുകളും നമുക്ക് ഒരിക്കലും വാങ്ങിവിടാത്ത കുറേ കാര്യങ്ങൾ പറഞ്ഞു തരികയും അതൊരു നല്ലൊരു അനുഭവമായിരുന്നു. പിന്നെ വസുധാര, അത് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു അനുഭവമാണ് ജീവിതത്തിൽ. ബദരീനാഥ്, കേദാർനാഥ്, ഇതൊക്കെ പോകാൻ കഴിയുമോ എന്ന് മനസ്സിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങളാണ്. എത്രയും പെട്ടെന്ന് നടന്നു കിട്ടി. ഇതെല്ലാം കംപ്ലീറ്റ് ചെയ്യാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. അതുപോലെ തന്നെ സ്പെഷ്യലി ഫുഡ് ഉണ്ടാക്കി തരുന്ന അവരോട് നല്ല നന്ദിയുണ്ട്. പിന്നെ ശ്രീ വിഷ്ണുപ്രിയ, ഇവരെല്ലാവരോടും പറഞ്ഞറിയിക്കാൻ വയ്യാത്ത നന്ദിയുണ്ട്. ഇനിയും അടുത്ത യാത്രയിൽ പങ്കെടുക്കണമെന്ന് താല്പര്യമുണ്ട്. ഭാരതത്തെ തൊട്ടറിഞ്ഞൊരു യാത്രയായി കരുതുന്നു. ആചാര്യനോട് പ്രത്യേകം നന്ദി പറയുന്നു. എല്ലാം കൊണ്ട് സന്തോഷം. ഹരേകൃഷ്ണൻ. ഞാൻ കിളിമാനൂരിൽ നിന്നാണ് ഉഷ. ഞാനും എൻ്റെ ഹസ്ബൻഡും നേരത്തെ സതീഷ് ചന്ദ്ര സാറും കൂടെയാണ് ഈ യാത്രയിൽ പങ്കെടുത്തത്. എൻ്റെ സാറ് ആരോഗ്യസ്ഥിതിയിലൊക്കെ കുറച്ച് സാറിന് ഹാർട്ടിനൊക്കെ പ്രോബ്ലം ഉണ്ടായിരുന്നെങ്കിൽ സാറിൻ്റെ ഒരു ചിരകാല അഭിലാഷമായിരുന്നു. ഒരിക്കലും പോകാൻ പറ്റില്ല എന്ന് വിചാരിച്ച ഈ യാത്രയിൽ വളരെ നല്ലപോലെ ഇസ്കോൺ നമ്മളെ കൊണ്ടുപോവുകയും നല്ല പരിചരണവും നല്ല സാറിന് പ്രത്യേക കെയറിങ്ങും എല്ലാം കൊടുത്ത് വളരെ നമ്മൾ സംതൃപ്തരാണ്. 4 ധാമങ്ങളും വളരെ നല്ലപോലെ തന്നെ പൂർത്തിയാക്കി. കൂടാതെ ത്രിവീകാരായണ ക്ഷേത്രത്തിലും വസുധാരയിലും ഒക്കെ പോയത് ഒരിക്കലും പറയാൻ പറ്റാത്ത ഒരു അനുഭവമായിട്ടാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരിക്കൽ പോലും സ്വപ്നത്തിൽ പോലും ഇവിടെ എത്താൻ പറ്റുമെന്ന് നമ്മൾക്ക് വിചാരിച്ചിരുന്നില്ല. പക്ഷെ അതെല്ലാം വളരെ നല്ലപോലെ പൂർത്തിയാക്കാൻ നമുക്ക് കഴിഞ്ഞു. പിന്നെ ഇസ്കോണിൻ്റെ യാത്ര എന്ന് പറഞ്ഞാൽ ഭക്ഷണത്തിൻ്റെ കാര്യത്തിലായാലും താമസ സൗകര്യത്തിലായാലും വളരെ നല്ല സൗകര്യങ്ങളാണ് നമുക്ക് ചെയ്തതെന്ന്. എൻ്റെ സാറിനെ മീൻസ് എൻ്റെ ഹസ്ബൻഡിനെ എത്രയും പൂർണ്ണ ആരോഗ്യത്തോടുകൂടി തിരിച്ചുകൊണ്ടാൻ പറ്റുമോ എന്ന് തന്നെ എനിക്കൊരു സംശയമായിരുന്നു. അത്രയ്ക്ക് ഒരു ഇതായിരുന്നു യാത്രയിൽ പങ്കെടുക്കുമ്പോൾ ഉണ്ടായിരുന്നു. പക്ഷേ പകുതിയായപ്പോൾ തന്നെ അതെല്ലാം മറഞ്ഞു. സാറ് നല്ല ഇതായിട്ട് എല്ലാത്തിനും പങ്കെടുക്കാൻ കഴിഞ്ഞു. വളരെ ഒരാഗ്രഹം, വളരെ കാലം കൊണ്ടുള്ള ഒരാഗ്രഹം നല്ലപോലെ സാധിച്ചു. ഇസ്കോണിനും സാറിനുമെല്ലാം താങ്ക്സ് പറയാൻ. എൻ്റെ പേര് ശ്രീജ, വയനാട്ടിലെ മാനന്തവാടിയിൽ നിന്ന് വരുന്നു. എൻ്റെ ഒരു 15 വർഷം മുമ്പുള്ള ഒരു ആഗ്രഹമായിരുന്നു ബദ്രിനാഥ്. എൻ്റെ ഒരു ഫ്രണ്ട് വന്ന സമയത്ത് എന്നെ വിളിച്ചു. ആ സമയത്ത് എനിക്ക് വരാൻ പറ്റിയില്ല. അന്ന് മുതലുള്ള ഒരു ആഗ്രഹമായിരുന്നു. ഞാൻ ആരോട് എനിക്ക് ബദ്രിനാഥ്, ഡൽഹിയിൽ വന്നാൽ എനിക്ക് ബദ്രിനാഥ് പോകണമെന്ന് പറയുമ്പോൾ എൻ്റെ ഒരു ദുരാഗ്രഹമായിട്ടായിരുന്നു എല്ലാവരും എന്നോടത് പറഞ്ഞിരുന്നത്. കാരണം ഒരിക്കലും നമുക്ക് സാധിക്കില്ല എന്ന് പറഞ്ഞ് എന്നെ ഡീമോട്ടിവേറ്റ് ചെയ്ത സ്ഥലത്ത് നിന്നും എനിക്ക് യാദൃശ്ചികമായിട്ട് കഴിഞ്ഞ മെയില് ഹസ്ബൻഡിൽ ഫേസ്ബുക്ക് വഴി ഇസ്കോണിൻ്റെ ഒരു പരസ്യം കണ്ടു. അതിലൂടെ വരാൻ വേണ്ടി കഴിഞ്ഞ മെയിൽ വരാൻ പറ്റിയില്ല. അതിന് ശേഷം അവിടെ നിന്ന് പാർവതി മാം വീണ്ടും വിളിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഹസ്ബൻഡ് എന്നോട് ചോദിച്ചു എന്താ ചെയ്യാന്ന്. ഞാൻ പറഞ്ഞു പോകാമെന്ന്. വന്നപ്പോൾ എനിക്ക് തോന്നുന്നു എൻ്റെ കഴിഞ്ഞ ജന്മത്തിലെ ഒരു പുണ്യം കൊണ്ട് മാത്രമാണ് എനിക്കിതിന് വരാൻ പറ്റിയതെന്ന്. അല്ലെങ്കിൽ ഒരിക്കലും എന്നെ സംബന്ധിച്ച് എനിക്ക് വരാൻ പറ്റുമെന്ന് ഞാൻ ഇന്നും വിശ്വസിക്കുന്നില്ല. അത്രയും ഭയങ്കര എനർജറ്റിക്കായ ഒരു ചാർധാം യാത്രയായിരുന്നു. ചാർധാം യാത്രയിൽ ഒരു തരത്തിലും ഒരു റിസ്ക്കും എടുക്കാത്ത ഒരു വ്യക്തിയായിരുന്നു ഞാൻ കുതിരപ്പുറത്ത് ആദ്യമായിട്ട് കയറി കുതിരയിലെ ട്രക്കിങ്ങിലൂടെ ഞങ്ങൾ യമുനോത്രി പോയി. അത് കഴിഞ്ഞ് കേദാർനാഥ് പോയി. എല്ലാവരും വീട്ടിലും എൻ്റെ പാരൻസിനോടൊക്കെ പറഞ്ഞപ്പോഴും എന്നോട് റിസ്ക് എടുക്കരുതെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ എനിക്കത് ഭയങ്കര ഒരു അനുഭവമായി മാറി. അത് കഴിഞ്ഞ് ബദ്രിനാഥ് വന്നു. ബദ്രിനാഥ് വന്നപ്പോഴും
അമ്പലത്തിൽ പോയി തൊഴാൻ പറ്റി. 2 പ്രാവശ്യം നല്ല രീതിയിൽ തൊഴാൻ പറ്റി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിറ്റേ ദിവസം വസുന്ധര ഇവിടെ പോയി. വസുന്ധര അത് നടന്ന് കയറിപ്പോയി. അത് എൻ്റെ ജീവിതത്തിലെ ഈ ചാർധാം യാത്രേനെക്കാട്ടും എനിക്ക് എക്സ്പീരിയൻസ് എനിക്ക് പറഞ്ഞറിയിക്കാനും പറ്റുന്നില്ല. അത്രയ്ക്ക് നല്ലൊരു അനുഭവമായിരുന്നു. നല്ലൊരു അന്തരീക്ഷം, നല്ലൊരു ദൈവാനുഗ്രഹം, പുണ്യഭൂമി. നമ്മൾ മഹാഭാരതത്തിലൊക്കെ വായിച്ച് കേട്ടും അറിഞ്ഞ ആ ഭൂമി, ദേവഭൂമി കാണാൻ പറ്റിയതിൽ ഞാൻ ഐക്യനോടും ആചാര്യനോടും കൂടെയുള്ള പ്രഭുവിനോടും വിഷ്ണുപ്രിയോടും എല്ലാവരോടും നന്ദി രേഖപ്പെടുത്തുന്നു. അതുമാത്രമല്ല, ഇതുവരെ കാണാത്തതും കഴിക്കാത്തതുമായ ഫുഡ് ഐറ്റം കഴിക്കാൻ പറ്റിയത് അതിലും ഏറ്റവും ക്യാരറ്റ് പുട്ട് എടുത്തു പറയേണ്ട ഒന്നായിരുന്നു. നാരങ്ങ അച്ചാർ സുഷ്മയാണ്. അതിൻ്റെ ഒന്നും പറഞ്ഞു തന്നിട്ടില്ല എങ്ങനെ ഉണ്ടാക്കുന്നത്. അതും കൂടി ഒന്ന് പറഞ്ഞു തന്ന വലിയ ഉപകാരമായിരുന്നു. യാത്ര അടിച്ചു പൊളിച്ചു. കുറേ ചേച്ചിമാരെ കിട്ടി. അതൊക്കെയാണ് എൻ്റെ ജീവിതത്തിൽ ഞങ്ങൾക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കുറേ അനുഭവങ്ങൾ. ഓക്കെ, താങ്ക് യു. ഹരേ കൃഷ്ണ. ഞാൻ ശ്രീകുമാർ ശ്രീപാദ എരുമയിലാണ് ഇവിടെ. തിരുവനന്തപുരം ഇസ്കോനോടൊപ്പം ഇവിടെ വരാൻ സാധിച്ചതിൽ വളരെയേറെ അധികം സന്തോഷം. ഇത് നമ്മുടെ മാത്രം ഒരു അനുഭവമായിരിക്കുന്നത് ജീവിതത്തിലെ ഏറ്റവും വലിയ അഭിലാഷമാണ് ഗംഗോത്രി, യമുനോത്രി, കേദാർനാഥ്, ബദ്രിനാഥ് തുടങ്ങിയ സ്ഥലങ്ങൾ സന്ദർശിക്കാനുള്ളത്. അത് എല്ലാവരെ കൊണ്ടും പറ്റുമെന്ന് തോന്നുന്നില്ല. എന്തായാലും ഇസ്കോനോടൊപ്പം ഇവിടെ വന്നതിൽ എന്താണ് പറയുക, ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു അഭിലാഷം നമുക്ക് സാധിച്ചു എന്ന് തന്നെ നമുക്ക് പറയാം. ഇതുപോലെ ഒരു പുണ്യമായ പ്രദേശങ്ങളിൽ, പുണ്യഭൂമിയിൽ കാലുകുത്തുക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ കാര്യമാണ്. അതിന് നമ്മളെ സഹായിച്ചത് ഇസ്കോണ് കഴിഞ്ഞ സെപ്റ്റംബർ 27 മുതൽ ഒക്ടോബർ 11 വരെ നീണ്ട ഈ യാത്രയിൽ നമുക്ക് പല അതിപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഈ ഞാൻ പറഞ്ഞ ഗംഗോത്രി, യമുനോത്രി, കേദാർനാഥ്, ബദ്രിനാഥ് മാത്രമല്ല, ഋഷികേശ് എന്നാണ്ട് ഈ ഋഷികേശ് പോകുന്നു. ഇങ്ങനെ ഇതൊരു വലിയ അനുഭവമാണ്. എനിവേ, താങ്ക്സ് എ ലോട്ട് ടു ഇസ്കോൺ തിരുവനന്തപുരം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. I am Dr. Suprabha, an anesthesiologist and now residing at Trivandrum. And I joined with the Punyatra group arranged by the ISKCON, Kottappalakunnu, Trivandrum. We started the Chardham Yatra on 28th October, and this journey started from Delhi. First we visited Haridwar. There we stayed for 1 day. We visited Mahadevi Temple, then Chanti Devi Temple. Then we had a Ganga Arati and Ganga Snan day evening. Next day we started for the Yamunotri, and we had a nice experience at Yamunotri. We went uphill by dolly and had good darshan there, had a good bath in Yamunotri. Successfully we completed Yamunotri, Gangotri, Kedarnath and Badrinath. Now the final day has come and we are going back to Haridwar. The whole yatra was a very good experience, just by Badrinath and Kedarnath and Mahadev. And the organization by the Punyatra group by the ISKCON was excellent. And the food was excellent also, and the food team deserves very good appreciation. And we got very good food, especially cooked by our Samit. And I enjoyed the yatra very much, and we were blessed to have completed the yatra successfully, having visited the 4 dhams.